വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ത്രൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോസിന് നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ 5:30ക്കാണ് കേട്ടോ എണീറ്റ് വന്ന് പുറത്ത് വാതിൽ തുറന്ന് നോക്കാറുണ്ട്. അത്യാവശ്യം ഇരുട്ടുള്ളത് കൊണ്ട് കുറച്ച് നേരം നോക്കിയിട്ട് വാതിൽ അടച്ചു വയ്ക്കും കേട്ടോ. പിന്നെ വന്നതും ഒരു ഗ്ലാസ് വെള്ളം എപ്പോഴും പതിവാണ്. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടാണ് രാവിലെ കടലക്കറി ഉണ്ടാക്കാനുള്ള തത്രപ്പാടാണ്. എത്ര നേരത്തെ എണീറ്റാലും സമയം പറയുമ്പോഴേക്കും പോകും കേട്ടോ. അപ്പോൾ പിന്നെ രാത്രി തന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് പണി കുറവാണ് കേട്ടോ. അങ്ങനെ എണീറ്റ് വന്നപാടെ തന്നെ കുക്കറിലേക്ക് കടലയിട്ട് നമ്മൾ വലിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കുക്കറിൽ ഒരു 6-7 വിസിൽ വിട്ടെടുക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ഈ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചിരകി വറുക്കണം. അപ്പോൾ തേങ്ങ ഉടച്ച വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് രാവിലെ തന്നെ നമ്മളത് കുടിക്കുമ്പോൾ ഒരു മൈൻഡ് ഫ്രഷും നമ്മുടെ വയറും ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങയുടെ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ വെള്ളം കുടിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ തേങ്ങ ചിരകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും തന്നെ ഏകദേശം നേരമൊക്കെ വെളുത്തു കേട്ടോ. അപ്പോൾ വേഗം തേങ്ങ ചിരകി അവിടെ വെച്ചിട്ടാണ് കുഞ്ചുമോനെ നേരത്തെ പോകണമല്ലോ, കേറ്റിസം ക്ലാസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അവനായിട്ടുള്ള ചൂടുവെള്ളം വെക്കാനായിട്ട് പോയി നിൽക്കുകയാണ് കേട്ടോ. നല്ല മഞ്ഞുണ്ട്, നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അതാണ്ട് പിന്നാലെ 2 പേര് വന്ന് രാവിലെ കത്തലോട് പിന്നെ അവർക്ക് കുറച്ച് ചോറ് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ചിട്ട് അവർ പൊയ്ക്കോളും. പിന്നെ അത് ചൂടുവെള്ളമൊക്കെ കത്തിച്ച് വിട്ട് വന്നിട്ടാണ് കേട്ടോ ചായ വെക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ചായ വെക്കുന്നതോടൊപ്പം തന്നെ തേങ്ങ വറുക്കൽ പണിയും കഴിഞ്ഞാൽ അത്ര കഴിഞ്ഞില്ലേ. അപ്പോൾ എണ്ണ ഒഴിച്ച് നമ്മൾ ഗരം മസാല സ്പൈസസൊക്കെ ഇട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് വറുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് അടുപ്പത്തിൻ്റെ അവിടെ പോയിട്ട് വരുമ്പോഴേക്കും കുറച്ച് ചെറുതായിട്ടൊന്ന് കരിയുന്ന സ്റ്റേജിലായി അപ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇതും ചൂടാറാനും കുക്കർ വിസിലടങ്ങാനും വെച്ചിട്ടാണ് കേട്ടോ വേഗം വന്ന് മിറ്റം അടിക്കുന്നത്. കാരണം അപ്പോഴേക്കും നന്നായിട്ട് നേരം വെളുത്തു. അപ്പോൾ സിറ്റൗട്ടൊക്കെ അടിച്ച് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ മിറ്റം അടിക്കൽ ചെയ്യാമല്ലോ അങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് സിറ്റൗട്ട് അടിച്ചിറക്കുമ്പോഴേക്കും അച്ഛൻ വന്നു. അച്ഛന് ബിസ്ക്കറ്റ് വാങ്ങാനായിട്ട് പോയതാണ് കേട്ടോ. രാവിലെ കണി കാണുന്നതേ ബിസ്ക്കറ്റാണ്. മക്കൾക്ക് അത് ഇല്ലെങ്കിൽ പിന്നെ അന്ന് മുഴുവൻ ഒരു സങ്കടവും കരച്ചിലുമായിരിക്കും. അപ്പം പിന്നെ വേഗം അത് വാങ്ങിച്ചിട്ട് വന്ന് അച്ഛന് ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് ഞാൻ കുഞ്ചുമനെ വിളിച്ചെടുത്താനായിട്ട് ഓടി പാഞ്ഞു വരുവാണ് കേട്ടോ. അങ്ങനെ കുഞ്ചുമനെ വിളിച്ചെടുത്തി പറ്റുന്നേക്കാൻ പറഞ്ഞയച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ട് കുക്കറൊക്കെ ഓപ്പൺ ചെയ്ത് തേങ്ങ അരച്ചിട്ട് നമ്മൾ അരച്ചത് കുക്കറിലേക്ക് ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഭയങ്കര വിശപ്പും ഒരു തളർച്ചയും പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും ഏട്ടനും കൂടി ഒപ്പം ഇരുന്ന് ചായ കുടിക്കുകയാണ്. ഏട്ടൻ പറയണത് എൻ്റെയാണെന്ന് മക്കളുടെ അടുത്ത് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും കൂടി കൊച്ചു വിശേഷങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അതൊരു സന്തോഷമാണ് ഈ ചായ കുടിക്കുന്ന ദിവസം. അത് മാക്സിമം ഏട്ടൻ എല്ലാ ദിവസങ്ങളും ഉണ്ടാവാറില്ല, ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തൊക്കെയോ സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ പറഞ്ഞിട്ട് കുറേ പേരൊന്ന് ചിരിക്കുകയും ചെയ്തു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ നേരം. അങ്ങനെ ആ കൊച്ചു വർത്താനമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കടലക്കറി ഏകദേശം കുറുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിന് താളിച്ചൊഴിക്കാനായിട്ട് എണ്ണയൊഴിച്ച് കടുകും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി വറ്റൽമുളക് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കടലക്കറി റെഡിയാണ്. ഇതൊരു ജോലിയാണോ എന്ന് നിങ്ങൾ വിചാരിക്കും. സൺഡേ ആയതുകൊണ്ട് പിന്നെ ഉച്ചത്തേക്കുള്ള ജോലി മെല്ലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഏകദേശം 8 മണിയാകുമ്പോഴേക്കും കുഞ്ചുമൻ സ്കൂളിൽ പോകുമ്പോഴേക്കും രാവിലത്തെ ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ ഇവിടെ ചെയ്യാറുള്ളതാണ് കേട്ടോ. അങ്ങനെ കടലക്കറി മൂടി വെച്ചിട്ട് ഞാൻ വേഗം പോയി ഒരു കുളി പാസ്സാക്കിയിട്ട് വന്നു കേട്ടോ. കാരണം 8:20 നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. കുളി കഴിഞ്ഞ് വന്ന് ദൈവത്തിന് നന്നായിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പള്ളിയിൽ പോവാറ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ മേക്കപ്പൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ഇച്ചിരി പൗഡർ ഇട്ട് ഒരു പൊട്ട് തൊട്ട് സിന്ദൂരം തൊട്ട് തല പിന്നെ എപ്പോഴും ആരിങ്ങനെ ഒരു ക്ലിബിഡ് തന്നെ 8 മുടിയിൽ 4 മുടി എടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്ന് ഇത്തിരി പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂവൊക്കെ വെച്ചിട്ട് നമ്മൾ പള്ളിയിൽ പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.